മരണാനന്തര ചടങ്ങ് നടത്തിയത് ആരെന്ന തർക്കമാണ് സാമൂഹ്യ മാധ്യമത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. അത് ഒരു ഇർഫാന ഇക്ബാൽ എന്ന് പറയുന്ന ജില്ലാ പഞ്ചായത്ത് അംഗത്തിൻ്റെ നേതൃത്വത്തിൽ ഷേഖ് സായിദ് ഫൗണ്ടേഷൻ എന്ന് പറയുന്ന ഒരു സേവന കേന്ദ്രത്തിൻ്റെ താൽപ്പര്യത്തിൽ ആണ് നടത്തിയത് എന്ന് കേരള പോലീസിൻ്റെ മഹ്സർ റിപ്പോർട്ട് സഹിതം പുറത്തു വന്നതിന് ശേഷവും ആ തർക്കം അവസാനിക്കുന്നില്ല. അതിങ്ങനെ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ആ മഹ്സർ റിപ്പോർട്ടിൽ വളരെ കൃത്യമായി പറയുന്നത് ഇങ്ങനെയാണ്: മഞ്ചേശ്വരം പോലീസ് സ്റ്റേഷൻ പരിധിയിൽ താമസക്കാരനായ ശ്രീ നാരായണൻ എന്നയാൾ ടിയാൻ്റെ ബന്ധുക്കളും കുടുംബാംഗങ്ങളും സാമ്പത്തിക പ്രയാസം മൂലം ടിയാനെ രോഗബാധിതനായി ചികിത്സിക്കാത്തതിനാൽ ഇയാളുടെ പരിചരണം മഞ്ചേശ്വരം ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന സെയ്ദ് ഓർഫനേജിൽ അധികൃതർ നടത്തി വരുന്നതായും ടിയാൻ്റെ തുടർ ചികിത്സയ്ക്കായി ടിയാനെ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുകയും ടിയാൻ മരണപ്പെട്ടതായും ടിയാൻ്റെ ബന്ധുക്കൾ മൃതദേഹം ഏറ്റുവാങ്ങി മരണാനന്തര ചടങ്ങുകൾ നിർവഹിക്കാനുള്ള സാമ്പത്തിക സ്ഥിതി ഇല്ല എന്ന് മരണപ്പെട്ട നാരായണൻ്റെ രക്തബന്ധുവായ സഹോദരി കമല മീഞ്ച ഗ്രാമപഞ്ചായത്ത്, കാസർഗോഡ് ജില്ല എന്നിവർ മഞ്ചേശ്വരം പോലീസ് സ്റ്റേഷനിൽ അറിയിച്ചതിനാൽ പ്രസ്തുത മൃതദേഹം മരണാനന്തര ചടങ്ങുകൾക്കായി സെയ്ദ് ഓർഫനേജ് അധികൃതർക്ക് കൈമാറുന്നതിനുള്ള നടപടികൾക്കായുള്ള നിരാക്ഷേപ പത്രം. ഇത് സാധാരണ പോലീസ് സ്റ്റേഷൻ നൽകുന്ന നോ ഒബ്ജക്ഷൻ സർട്ടിഫിക്കറ്റാണ്. ഒരു അനാഥരുടെ മൃതദേഹം കൈകാര്യം ചെയ്യുന്നതുമായി ബന്ധപ്പെട്ടൊക്കെയാണ്. കാരണം അതൊക്കെ ഇപ്പോൾ പോസ്റ്റ്മോർട്ടങ്ങൾക്കായി ഹോസ്പിറ്റലുകൾക്ക് വിൽക്കുന്നു എന്നൊക്കെ പറഞ്ഞ് വലിയ വിവാദങ്ങളുള്ള കാലമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അത് നൽകിയിട്ടുള്ള NOCയിലാണ് സൂചിപ്പിച്ചിട്ടുള്ളത്. എന്നിട്ടും ആ തർക്കം അവസാനിക്കുന്നില്ല എന്നതാണ് ഒരു സ്ഥിതിവിശേഷം. യഥാർത്ഥത്തിൽ ഞാനൊരു കാര്യം ചോദിക്കട്ടെ. ആ മരണപ്പെട്ട അദ്ദേഹം മൃതദേഹം സംസ്കരിച്ചു, അദ്ദേഹം ചിത എരിഞ്ഞു തീർന്നു. ഇനി ഒരു പക്ഷേ അല്പം ചാരവും അല്പം ചില എല്ലും മുട്ടിയും എന്നൊക്കെ പറയുന്നത് പോലെ ബാക്കി ഉണ്ടാവുമെന്നതൊഴിച്ചാൽ അത് കഴിഞ്ഞു. പക്ഷേ ഇവിടെ വീണ്ടും കൺമുന്നിലൂടെ ഒരു കുടുംബം നടന്നുപോയി ആത്മഹത്യ ചെയ്തത് നമ്മൾ കാണുന്നു. അഗതി മന്ദിരങ്ങളിലും അനാഥ മന്ദിരങ്ങളിലും അനേകായിരം പിതാക്കന്മാർ ഇതുപോലെ വരിവരിയായി നിൽക്കുന്നു. അവർ മരിച്ചു കഴിഞ്ഞല്ല അവരുടെ ജാതിയുടെ തർക്കം ചർച്ച ചെയ്യേണ്ടത്. അവർ ജീവിച്ചിരിക്കുമ്പോൾ അതിൽ നല്ലൊരു ശതമാനം പേർക്കും നോക്കാൻ കഴിയുന്ന ബന്ധുക്കളുണ്ട് എന്നുള്ളത് ആ മേഖലയിൽ ബന്ധപ്പെട്ട് പ്രവർത്തിച്ചിട്ടുള്ള എനിക്കറിയാവുന്നതാണ്. ചിലർക്കൊക്കെ നല്ല സമ്പന്നതയിൽ ജീവിക്കുന്ന മക്കൾ പോലുമുണ്ട്, മരുമക്കളുണ്ട്. സത്യത്തിൽ ഈ മരണപ്പെട്ടു പോയി ചിതയെരിഞ്ഞു തീർന്ന ആളിനെ വിട്ടിട്ട് ജീവിച്ചിരിക്കുന്ന ആളുകളുടെ വിഷയത്തിലേക്ക് കയറി പിടിച്ചാൽ വളരെ ഡൈനാമിക്കായിട്ട് ഇതിനെ സംബന്ധിച്ച് നമുക്ക് ആശയവിനിമയം നടത്താം. കാരണം അവർക്ക് ജീവനുള്ളതുകൊണ്ട് അവർ നന്നായി സംസാരിക്കും, അവരുടെ ജീവിതങ്ങളെക്കുറിച്ച് പറയും, ആരാണ് ഇറക്കി വിട്ടതെന്ന് പറയും, എന്താണ് അവരുടെ സ്ഥിതി എന്നുള്ളതും ഒക്കെ പറയും. അങ്ങനെയുള്ള മനുഷ്യരുടെ ജീവിതങ്ങളിലേക്കാണ് ഇതുപോലെ വളരെ വേഗം എത്തി നോക്കേണ്ടത്. ഇങ്ങനെ എത്ര മനുഷ്യരുണ്ടെന്നറിയോ? കഴിഞ്ഞ ദിവസം ഞാൻ ഓച്ചിറ പരബ്രഹ്മ ക്ഷേത്രത്തിൽ പോയപ്പോൾ അതിൻ്റെ സെക്രട്ടറി വിനോദ് എന്നെ കൊണ്ടു നടന്ന്, ഞാനും അജിത്തേട്ടനും ഉണ്ടായിരുന്നു, അകത്തുകൂടി നടന്ന് ഈ അഗതി മന്ദിരങ്ങളിൽ അനാഥ മന്ദിരങ്ങളിൽ കിടക്കുന്ന മനുഷ്യരെ കാണിച്ചു. അവിടെ വളരെ തൃപ്തികരമായി അവരതെല്ലാം മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്, ചികിത്സ കൊടുക്കുന്നുണ്ട്, എല്ലാം കൊടുക്കുന്നുണ്ട്. അപ്പോഴൊക്കെ ഞാൻ ആലോചിച്ചത് ഇവിടെ തർക്കം മുഴുവൻ മരണപ്പെട്ടു പോയ ഒരു ആളിൻ്റെ ബാക്കി കഥകളെക്കുറിച്ചാണ്. ജീവിച്ചിരിക്കുന്ന 1000 കഥകൾ അതുപോലെ ഓരോ മനുഷ്യനും പറയാറുണ്ട് എന്ന് മാത്രമല്ല, ഈ പറയുന്ന നേരത്തെ നിങ്ങൾ കണ്ട ദൃശ്യങ്ങളിൽ കണ്ടതുപോലെ കൺമുന്നിലൂടെയാണ് പിറവത്ത് ഒരു കുടുംബം ആത്മഹത്യ ചെയ്തത്. ഭാര്യയും 2 മക്കളും. എന്നാലോചിച്ച് നോക്കൂ, ഭാര്യയ്ക്ക് കാഴ്ചയ്ക്ക് അല്പം കുറവുണ്ട്. പിറവം പോലീസ് മനുഷ്യസഹജമായ എല്ലാ ഇടപെടലുകളും നടത്തിയിട്ട് പോലും അവർക്ക് ജീവൻ രക്ഷിക്കാനാവാത്ത വിധം നമ്മുടെ കൺമുന്നിലൂടെ പോയി മരണപ്പെടുകയാണ്, ജീവിതം അവസാനിപ്പിക്കുകയാണ് ചെയ്യുന്നത്. ഇങ്ങനെ എരിഞ്ഞെരിഞ്ഞെരിഞ്ഞ് ചീരുന്ന ജീവിതങ്ങൾ നമ്മുടെ ചുറ്റിനുള്ളപ്പോഴാണ് നമ്മൾ ചിലരെ മാത്രം പിടിച്ച് അതിൽ വർഗീയത പറഞ്ഞ് ആസ്വദിക്കുന്നത്. കഷ്ടമാണ് എന്ന് മാത്രമാണ് ഇക്കാര്യത്തിൽ പറയാനുള്ളത്.